10,000 ചില്ലാനം വീട്ടിൽ വെള്ളം കയറി. 500ഓളം വീടുകൾ തകർന്നു. 1000ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. 6 മാസം കൊണ്ട് പ്രശ്നം തീർത്തോ? 6 മാസം കൊണ്ട്. അന്നും കൊടുത്തത് വീട് പോയതിന് 4 ലക്ഷം, ഭൂമിയും വീടും പോയതിന് 10 ലക്ഷമാണ്. ആ പൈസയെ നിങ്ങൾ അവിടെ നിന്ന് ചെല്ലു വഴിക്കടവിൽ ആൾക്കാരെ പോക്കറ്റിലിട്ടെടുത്തു. പി വി അൻവർ, മനസ്സിലായോ? 4 ലക്ഷത്തിന് ആ നാട്ടുകാരെ കണ്ട് പലരും എനിക്ക് സ്പോൺസർ ചെയ്ത് ഭൂമി 4 ലക്ഷം ഫ്രീ. വീടുണ്ടാക്കാൻ ഈ നാട്ടിൽ ഒരുപാട് സാമൂഹ്യ സംഘടനകൾ കടന്നു വന്നു. അവർ വീടുണ്ടാക്കി കൊടുത്തു, സുന്ദരമായ വീടുകൾ. ആ 10 ലക്ഷം ആ സാധുക്കളുടെ പോക്കറ്റിലായി. അവരുടെ ജീവിത നിലവാരം അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റി. 1 ഏക്കറും 2 ഏക്കറും നല്ല 2 നില കെട്ടിടങ്ങളും പോയ പാവപ്പെട്ടവനെ കോഴിക്കൂട്ടിലേക്ക് തള്ളിയിട്ടില്ല പി വി അൻവർ, മനസ്സിലായോ? മറുപടി പറയണം. ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി 37 വീടുണ്ടാക്കി തന്നറിയാം നമുക്ക്. ഒരൊറ്റ ആള്. AP വിഭാഗം 22 വീട്ടുണ്ടാക്കി കൊടുത്ത് ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ. അങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി കാര്യങ്ങൾ. ജമാഅത്ത് ഇസ്ലാമിയുടെ കെയർ ഓഫിൽ 10-22 വീടുകൾ. എന്തിനേറെ പറയുന്നു, ഈ പറയുന്ന നമ്മുടെ ചുങ്കത്തറയിലെ മാർത്തോമ സ്കൂളിൽ 23 വീട്. മാർത്തോമ സമൂഹം ആ സ്കൂളിൽ പഠിച്ച 23 കുട്ടികൾക്ക് ഡാമേജ് ഉണ്ടായിരുന്നു. വീടിന് ഉണ്ടാക്കി കൊടുത്തു. അറിയാം ഞങ്ങൾ? ഒരു സമുദായം, ഒരു സ്കൂള്, ഒരാൾക്കും ഒരു പ്രശ്നമില്ല. മുഴുവൻ പൂർത്തീകരിക്കപ്പെടാത്ത ഒറ്റ കാര്യം ഉണ്ടെന്നറിയങ്ങൾ. ST കാട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന പാവപ്പെട്ട ST വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാർക്ക് ഭൂമി കൊടുക്കാൻ ഈ പറയുന്ന മുണ്ടേരി ഫാമിൽ അങ്ങാടിക്കടുത്ത് ഭൂമി കൊടുത്ത് അവരെ മാറ്റിപ്പാർപ്പിക്കാനെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. ആ തീരുമാനം 2021-2026 ഗവൺമെന്റിൽ തഴയപ്പെട്ടതിന്റെ കാര്യം ഞാൻ പറയാം. ആ സാധുക്കൾ ഇപ്പോഴും ആ വാടക കെട്ടിടത്തിൽ താമസിക്കുക. വാടക കെട്ടിടത്തല്ല, ഈ പറയുന്ന കൃഷിഭൂമിയുടെ മുണ്ടേരി കൃഷി ഫാമിൽ താമസിക്കുകയാണ്. എന്താ വയനാട്ടിൽ ഇന്നലത്തെ സ്ഥിതി? ഈ 1 കൊല്ലം കഴിഞ്ഞു, 2ാമത്തെ വർഷക്കാലം വന്നു. അവിടെ ഉണ്ടല്ലോ മന്ത്രിമാരും MLA മാരും ഒക്കെ. മരുമകനിങ്ങനെ വീശി നടന്നിരുന്നല്ലോ അവിടെ. ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുത്തോ സഹോദരന്മാരെ? ഒരാൾക്ക് 700 കോടി ഉറുപ്പിക വയനാടിന് വേണ്ടി മാത്രം കേരളത്തിലെ ജനങ്ങൾ സംഭാവന ചെയ്ത 700 ചില്ലാനം കോടി. പ്രതിപക്ഷം അന്ന് ആകെ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ആ ഫണ്ട് ഇടരുത്, വയനാടിന് വേറെ അക്കൗണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അക്കൗണ്ട് ഉണ്ടാക്കി ജനങ്ങളിലേക്ക് പൈസ കൊടുത്തു. 100 കണക്കിന് വീടുണ്ടാക്കാൻ ആളുകൾ തയ്യാറായി നിന്ന് ഇതേപോലെ തന്നെ അടുപ്പിച്ച് അങ്ങോട്ട്. ഇന്നലെ വൈത്തിരി താലൂക്ക് ഓഫീസിൽ ഈ പാവപ്പെട്ടവരെ വാടകയ്ക്ക് വേണ്ടി കരയാ. ആരെങ്കിലും ഉണ്ടോ? പ്രതികരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഈ മുക്കിയ 700 ചില്ലാനം കോടി എവിടെ പോയി? 400 വീടാ ഗവൺമെന്റിന്റെ കണക്കിൽ നഷ്ടപ്പെട്ടത്. 1.25 കോടി വെച്ച് സാധുക്കുന്ന പിടിച്ചോ ചെക്ക്, നിങ്ങൾ എവിടെ പോയി ജീവിക്കുക, എവിടെ പോയി ഭൂമി വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ തീരൂലേ? അതിനല്ലേ സെപ്പറേറ്റ് പണം കൊടുത്തത്? ആ പൈസയും വിഴുങ്ങി പിണറായി അല്ലേ? നിങ്ങൾക്ക് വാടക തരുന്നു പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നു പറഞ്ഞു. ഭക്ഷണം കൊണ്ട് ഇവിടുന്ന് പോയ എന്താ പറയുക പ്രവർത്തകരെ ഈ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ആട്ടി ഓടിച്ചു. കണ്ടതല്ലേ നിങ്ങൾ? കണ്ടതല്ലേ? എന്താ പറഞ്ഞു? ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നു. അവിടെ ഇടപെട്ടിരുന്നതിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് മലപ്പുറത്ത് നിന്ന് നീങ്ങിയ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിരുന്നു, വൈറ്റ് ഗാർഡ്. അവർ ഈ വെള്ളക്കുപ്പായിട്ടപ്പം ഇളകി ആർക്ക്? ഈ പോലീസിനും ഈ ഗവൺമെന്റിനും. അവരെ അടിച്ചോടിക്കാനാണ് ഭക്ഷണം പോലും കൊടുക്കാവുന്നത്. ഇന്നും ഷെഡ് കെട്ടി പാർക്കുകയാണ്. 1.25 കോടിക്ക് അർഹരായ ഈ 400 വീട്ടുകാർ ഷെഡ് കെട്ടി പാർത്തിട്ട് ആ ഷെഡിന്റെ വാടക ചോദിച്ച് ഇന്ന് സമരത്തിലെ സുഹൃത്തുക്കളെ. ആരെങ്കിലും മിണ്ടിയോ? അവസാനം മുസ്ലിം ലീഗ് വേറിട്ടു. ഞങ്ങൾ ഇനി ഇല്ല, 100 വീട് ഞങ്ങൾ ഉണ്ടാക്കുക. അവർ പണി തുടങ്ങി. ഇപ്പോഴും എസ്റ്റേറ്റ് വിട്ട് കിട്ടിയ കടലാസ് കയ്യിൽ കിട്ടൂല. കാരണം എസ്റ്റേറ്റിന് വില കൂട്ടി കൊടുക്കണം. 10,000 റുപ്യ 15,000 റുപ്യ സെന്റിനുള്ള ഭൂമി ഇപ്പം തന്നെ 45,000 ഗവൺമെന്റ് കൊടുത്തു. ഇനി 1 ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രീം കോടതിയിൽ കേസ് പോവുക. ഇതാണ് ഞാൻ പറയുന്നത് നെക്സസ്, ധാരണയാണ്. ആദ്യം കയറുക, എന്നിട്ട് കോടതിയിൽ പോവുക. കോടതിക്ക് സ്വാഭാവികമായിട്ട് പറയില്ലേ നിങ്ങൾ ഭൂമി ഏറ്റെടുത്താൽ പോലെ മാന്യമായ പ്രൈസ് കൊടുക്കണമെന്ന്. ഞാൻ പറയും, ഇനിയും പറയും. ആ പാവപ്പെട്ട മയ്യത്തിന്റെ മുകളിൽ പാന്തം വലിക്കുക എന്ന് പറയും പണ്ടത്തെ ആളുകൾ, മനസ്സിലായില്ലേ? ഈ മയ്യത്ത് പുതക്കുന്ന പുതപ്പുണ്ടല്ലോ, വെള്ളത്തുണി,
അതിൻ്റെ വക്ക് ഇങ്ങനെ കടിച്ച് കീറിയിട്ട് വേറെ എന്തെങ്കിലും കെട്ടാൻ പാന്തം വലിക്കും. അതിനാണ് മയ്യത്തിൻ്റെ മുകളിൽ പാന്തം കെട്ടുകാറുണ്ട്, മുറിക്കാന്ന് പറഞ്ഞു. ആ പണിയല്ലേ പിണറായി ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഞാൻ പറയണ്ടേ? പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനൊരു തർക്കം നിങ്ങൾ കരുതല്ല.